പാലക്കാട് ചിറ്റൂര് പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി. 4 പേരെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് സംഘം. അതാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ 4 പേരെയും പുഴയുടെ നടുവിൽ കുടുങ്ങിയ 4 പേരെയും ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷപ്പെടുത്തിയെന്ന്. അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ എന്താണ്? ആഷിഖ് റഹ്മാൻ, കേൾക്കാമെങ്കിൽ ആ 4 പേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എങ്ങനെയാണ് അവരെ കരയ്ക്ക് എത്തിച്ചത്? ഫയർഫോഴ്സ് സംഘം എത്രമാത്രം ശ്രമകരമായിരുന്നു ഈ ഒരു രക്ഷാദൗത്യം? പാലക്കാട് ചിറ്റൂര് പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരെയും ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. പുഴയുടെ നടുവിൽ ഇവർ കുടുങ്ങിപ്പോകുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തെത്തിയാണ് ഈ 4 പേരെയും രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിരുന്ന പുഴയിലാണ് ഇവർ 4 പേർ കുളിക്കാനായി ഇറങ്ങിയത്. അതിൽ പുഴയുടെ നടുവിൽ ഇവർ 4 പേർ കുടുങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് സംഘം കൃത്യസമയത്ത് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ വിജയകരമായിരിക്കുകയാണ്. ആ 4 പേരെയും കരയിലേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് സാധിച്ചു എന്ന ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ് റഹ്മാൻ, 4 പേരെയും കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണല്ലോ ഇപ്പോൾ എത്തുന്നത്. എത്രമാത്രം ശ്രമകരമായിരുന്നു ഈ രക്ഷാപ്രവർത്തനം? സ്വാതി, അല്പം മുമ്പാണ് എല്ലാ 4 പേരെയും രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സിനെയും പോലീസിനെയും സംയുക്തമായ ഇടപെടലിലാണ് 4 പേരും രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് അടക്കം ഉപഹാരം നൽകുന്നൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ അഭിനന്ദനമാണ് പോലീസിനും ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാരടക്കം നൽകുന്നത്. കാരണം 4 പേർ ഈ ഒരു പുഴയിലകപ്പെട്ട കുറേ ഒരു മണിക്കൂറിലടക്കം ഇവിടെ നിന്നിരുന്നു. അത് അല്പം മുമ്പാണ് അവരെ 4 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി ഇവർക്ക് ഉപഹാരം നൽകുകയാണ്. ഇവരെ അനുമോദിക്കാൻ ഇവിടെ മന്ത്രി തന്നെ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് 4 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വയസ്സായ പേരാണ്, 2 പേർ വയസ്സായതും 2 പേർ യുവാക്കളുമാണ്. അതിലൊരു വഴി സ്ത്രീയുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഇപ്പോൾ വലിയ അഭിനന്ദനങ്ങൾ ഇപ്പോൾ നാട്ടുകാരടക്കം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. മന്ത്രി തന്നെ നേരിട്ടെത്തുന്നു. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം 4 പേരുടെ ജീവൻ രക്ഷിക്കാനായി ഈ ഒരു പുഴയിൽ ഇന്ന് ഉച്ചയോടുകൂടി ശക്തമായ മഴ പെയ്തതോടുകൂടിയാണ് വലിയ വെള്ളം ഉയർന്ന 4 പേർ ഈ ഒരു പുഴയുടെ നടുവിൽ കുടുങ്ങിയത്. അതോടുകൂടി തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ 4 പേരും 2 ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയാതായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ നടുവിൽ കുടുങ്ങി. തുടർന്നാണ് വടമടക്കം ഉപയോഗിച്ച് പോലീസ് ഇവരെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഇവരെ ആശ്വാസപൂർവ്വം 4 പേരെയും ഇപ്പോൾ പുറത്തെത്തിച്ച് ഇപ്പോൾ വലിയൊരു ആഹ്ലാദം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാട്ടുകാരടക്കം നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി അടക്കം എത്തിയിട്ടുണ്ട്. നമുക്ക് മന്ത്രിയോട് തന്നെ പ്രതികരണങ്ങൾ ചോദിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെ രക്ഷാപ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ആളുകൾ ചെയ്തത്. അവർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരെ ബഹുമാനിക്കണം നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വലിയൊരു ക്ഷേമകരമായ രക്ഷാപ്രവർത്തനമായിരുന്നു. നല്ല വളരെ ഞങ്ങളിങ്ങനെ നിന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കും അത് അവർ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവർ പേടിച്ചു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അവരില്ല. എന്നാലിതാ ഈ വയസ്സായ ആളുകളുടെ ധൈര്യം നമ്മളെക്കാളും ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ നമ്മളെ കൂടെ ചെയ്യണ്ട. അമ്മ പേടിച്ചു പോയോ? കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ വെള്ളത്തിൽ ഇറങ്ങുമ്പോ ഇങ്ങോട്ട് വന്നോമാ പേടിച്ചു. ഇങ്ങോട്ട് വെള്ളത്തിൽ വന്നു. എന്താ പറ്റിയത്? പറ്റിയില്ല, കുളിക്കാൻ പോയി. നമ്മൾ ഡെയിലി ഇവിടെ തന്നെ കുളിക്കും.
ഇപ്പം വെള്ളം വന്ന അറിയില്ല. മഴ വന്നത് മനസ്സിലായില്ലേ? മനസ്സിലായി. മഴയല്ല, വെള്ളം വന്ന അറിയില്ല. അറിയാണ്ട് കൂടി പോയതാണ്. അറിയാതെ പോയി സാർ. പേടിച്ചു അതിനുള്ളിൽ നിന്നപ്പോ അത്ര പേടിച്ചില്ല. ഇപ്പൊ കൂടെയുള്ള ഒരാളാണ് കിടന്ന് വിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മിനിസ്റ്റർ, എന്തായാലും ഫയർഫോഴ്സിന് ഒക്കെ വലിയൊരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണല്ലോ ചെയ്തത്. അവർ വലിയ രക്ഷാപ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ആമയഞ്ചോന്തോട്, ഇന്ന് വീണ്ടും പാലക്കാട് ചിറ്റൂർ വരുന്നു. വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ടല്ലേ? വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. ജീവൻ ഞാൻ അവിടെ പോയിരുന്നു, രാത്രി അവിടെ പോയിരുന്നു ഞങ്ങൾ. എന്താ വെച്ചാൽ അവർ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ കഷ്ടപ്പാടുണ്ടല്ലോ, ആ ത്യാഗത്തിന് നമ്മൾ പ്രത്യേകം സമ്മതിക്കണം. വേറെ ഒരു പ്രതീക്ഷയിലല്ലോ ചെയ്യുന്നത്. ഇപ്പം ഇറങ്ങി ഈ 4 ആൾ അവിടെ പോയി. നമ്മൾ നിന്ന് ഇവിടെ ഇരുന്ന് വെളിയിൽ നിന്ന് ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള തോന്നൽ വരെ നമുക്കുണ്ടായി. എന്നാലും അവർ സമ്മതിക്കണം. ഈ ഇവിടെ ഒരു യൂണിഫോം, ഒരു യാതൊരു ഡ്രസ്സും ഇല്ലാണ്ടാണ് പോയത് അദ്ദേഹം ഓഫീസർ. എന്തായാലും ഈ മഴക്കാലത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. അപ്പം നിങ്ങളാണത് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു മീഡിയ കൂടെ കുറെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും. പക്ഷെ ഇവര് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണ്, മറ്റ് സ്റ്റേറ്റിലാണ്. നാട്ടുകാരല്ലേ ഇവിടെ ഉള്ള ആൾക്കാർ? മൈസൂരുകാരാണ്. ഇത് കാണാനായിട്ട് വന്നതാണോ? അല്ലല്ല, അവര് ഇവിടെ എന്തൊരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. മീൻ പിടിക്കാൻ വന്നതാണല്ലേ? മീൻ പിടിക്കും, പുതിയ വല ഉണ്ടാക്കി വിൽക്കും, അത്ര തന്നെ. കൊല്ലത്തിൽ വളരും ഇവിടെ. നമ്മളെല്ലാം പരിചയമുള്ളത് അവിടുത്തെ ആൾ. അത്ര പേടിക്കില്ല, കുറച്ച്. അതാണ് സംഭവിച്ചത്. എനിക്ക് ഇവർ രണ്ടാളെയും ഭയങ്കരപ്പെട്ടിരുന്നു. മറ്റത് ചെറുപ്പക്കാരാണ് നമുക്ക് വിഷയം. അവര് യാതൊരു ഭയപ്പാടില്ലാണ്ട് മറ്റേ ഇവരുടെ ഉപകരണത്തിൽ കയറിയിരുന്നു. അവിടെ നിന്ന് അവര് വിളിച്ചുകൊണ്ട് യാതൊരു ഭയപ്പാടില്ലാണ്ട് വന്നു. അവരെ സമ്മതിക്കണം. ഞാൻ വേറെ ആരാണെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും. യാതൊരു വിഷമം ഉണ്ടാകാണ്ട് വന്നവര്. പോകാനും സമ്മതിക്കുന്നില്ല. ഞങ്ങളെ കൊണ്ടുവന്നത് ഫയർഫോഴ്സ്. അവർക്ക് ഒരു പേടിയില്ല, ഒന്നും പേടിക്കേണ്ട. പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോവുകയുള്ളൂ. നിങ്ങൾ പേടിക്കേ വേണ്ട. ഒരു പരിക്കില്ലാണ്ട് അവർ നമ്മളെ കൊണ്ടുവന്നത്. തീർച്ചയായും. പക്ഷേ നമ്മുടെ ടീം നന്നായി പ്രവർത്തിച്ചു. അതുകൊണ്ട് അവർ 4 പേരെയും നന്നായി രക്ഷപ്പെടുത്താൻ സാധിച്ചു. അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ പോകാം. അവർ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഓരോ ഫയർഫോഴ്സിൻ്റെ സ്റ്റാഫും കൃത്യമായി അവരുടെ ജീവനേക്കാൾ ഇവരുടെ ജീവന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതിൽ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഒഴുക്കിൽ വരുമ്പോൾ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അതിൽ ലൈഫ് ജാക്കറ്റ് മാറ്റിവെച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ ഈ തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരുന്നു. നന്നായിരുന്നു. സുരേഷ്, വിഷ്ണു, എൻ്റെ അച്ഛനമ്മ, ചേട്ടൻ്റെ ചേട്ടാ മുമ്പിലേക്ക് വരിക. ഇങ്ങനെ ഭയങ്കര ശ്രമകരമായ ദൗത്യമായിരുന്നു. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം? വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. എന്താ വെച്ചാൽ നല്ല ഒഴുക്കായിരുന്നു. പിന്നെ മെയിൻ പേടി എന്താ വെച്ചാൽ വയസ്സായ ആൾക്കാരാണ്. ചെറുപ്പക്കാരാണെങ്കിൽ നീന്തൊക്കെ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാം. വയസ്സായക്കാരില്ല, അവർ നല്ല പേടിയുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവർ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരോട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ ഫയർഫോഴ്സാണ് വന്നിരിക്കുന്നത്, ഞങ്ങളെ രക്ഷിപ്പിച്ചേ പോകൂ. അഥവാ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോവുള്ളൂ. ഒരാളായിട്ട് എന്തായാലും ഇവിടെ രക്ഷപ്പെടില്ല എന്നൊക്കെ ഞങ്ങൾ എല്ലാം ഇതായിട്ടാണ് ഞങ്ങൾ പറഞ്ഞ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായും അവരിനെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അവർക്ക് ഒന്നാമത് പേഷ്യൻ്റ് ആയിരിക്കാം, അവർക്ക് വല്ല രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർ എന്താണ് പറയുക, അവർക്ക് നല്ല നമ്മൾ വിചാരിച്ച പോലെ അവർ വള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ പറ്റുന്നില്ല. അതായത് കാലൊക്കെ നമ്മുടെ മേലെ ചവിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. നമ്മൾ അവരുടെ മേലല്ലേ കെട്ടുന്നത്, നമ്മൾ ലൈഫ് ജാക്കറ്റിലേ കെട്ടുന്നത്. ലൈഫ് ജാക്കറ്റിൽ കെട്ടുന്നതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കില്ല. അതെ. പിന്നെ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് നിങ്ങൾക്കൊരു സുരക്ഷ അല്ല, ലൈഫ് ജാക്കറ്റ് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ജാക്കറ്റ് ആദ്യം ഇട്ടപ്പോൾ ഈ വള്ളത്തിൽ നല്ല ഈ ഒഴുക്കുള്ള വള്ളമായതുകൊണ്ട് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് നമ്മൾ പൊന്തി നിൽക്കുക. അപ്പോൾ നമുക്ക് നീങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈഫ് ജാക്കറ്റ് അയച്ചത്. ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വെള്ളം കിടന്ന് വലിയ സുരക്ഷ വിഷയമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്? സാറ് പറയാം. മുൻകരുതൽ സാർ സാർ, ഈ
മഴക്കാലത്ത് എല്ലായിടത്തും വലിയ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കുന്നത്? മെയിനായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒഴുക്കുള്ള സമയങ്ങളിൽ ആരും വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ടൂറിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവരും ഇപ്പോൾ വല്ല വെള്ളച്ചാട്ടങ്ങളും പുഴകളും കാണാനൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഒഴുക്ക് വരിക. ആ സമയങ്ങളിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം മാക്സിമം. പിന്നെ ഈ മഴക്കാലത്ത് അങ്ങനത്തെയുള്ള സംഭരണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇതൊരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താൻ മതി. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ അപകടമായിരുന്നില്ലേ? അതെ, പിന്നെയും വെള്ളം കൂടിക്കഴിഞ്ഞാൽ വളരെ അപകടം തന്നെയാണ്. അത് നമുക്ക് കുറച്ചുകൂടെ റിസ്ക് ആയിരിക്കും. എന്നാലും നമ്മൾ എന്തായാലും അവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അത് പറ്റില്ല. ഇനി എന്തായാലും മുൻകരുതൽ എന്താണ് പോലീസിന്റെ ഭാഗത്ത് ഇനി ഉണ്ടാകുന്നത്? ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെയും കൂടെ സഹകരണത്തോടെ എല്ലാ ഭാഗങ്ങളിലും ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അത് എല്ലാ പുഴകളും കുളങ്ങളും എല്ലാ ഭാഗങ്ങളിലും അത് പെർമനൻ്റായിട്ട് തന്നെ വെക്കാനുള്ള ഒരു ഇതിലുണ്ട്. അതിനോട് തന്നെ നീന്തൽ പരിശീലനം അങ്ങനെ ഓരോ പ്ലാൻ ചെയ്ത് വരികയാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചുറ്റും. നിങ്ങൾ അവരെ അടുത്തേക്ക് പോയപ്പോഴേ അവരൊരു പ്രതികരണം എന്താണ്? കാരണം ഈ ഇതിന് വലിയൊരു പുഴയുടെ നടുവിൽ അമ്മയ്ക്ക് നല്ല അമ്മ പറഞ്ഞു, മകനേക്ക് നല്ല പേടിയാണ്, മകനെ നല്ല പേടിയുണ്ട് പറയും. ഞങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും ഉണ്ട്, ഞങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ഫയർഫോഴ്സാണ്, ഞങ്ങൾ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് എന്നും പറഞ്ഞിട്ടാണ് അവർ ധൈര്യ സമയത്ത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവരെ നമ്മൾ കൊണ്ടുവന്നത്. അമ്മയ്ക്ക് നല്ല ഭയപ്പാടുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് ഇവർക്ക് അത്ര ഭയപ്പാടില്ല, അമ്മയ്ക്ക് നല്ല ഭയപ്പാടുണ്ടായിരുന്നു. അവര് നമ്മൾ കൂടെ വരുമ്പോൾ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ദൈവത്തിന് എന്തോ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ കേട്ടു. അങ്ങനെ എന്താ അവൻ്റെ ഒരു ഭാഷയിലുള്ള എന്തോ ഒരു സംസാരം പോലെ കേട്ടു. ഏതോ പ്രാർത്ഥന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായിട്ട് മനസ്സിലാക്കിയായിരുന്നു. ഇല്ല അതൊന്നും ഇല്ല. ഉണ്ട്, തീർച്ചയായും. നമ്മൾ ഈ പുഴയിൽ തന്നെ ഇതിനു മുന്നേ നമ്മൾ 2 രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലുതല്ല, 2 രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് നമ്മൾ. അത് ലൈഫ് ജാക്കറ്റ് ഇത് ഒഴുക്കുള്ള വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് നീന്താൻ പറ്റുന്നില്ല, പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ അത്ര ഇതായിട്ട് പോയത്. ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ വെള്ളം കൂടിയെങ്കിൽ വലിയ ഒരു ഭീഷണിയാണല്ലേ? വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭീഷണി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ആ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പാലക്കാട് നിരവധി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരി ആഷിഖ്, പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി. അവരെ 4 പേരെയും ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്.